ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ വെൽക്കം ടു ഡ്രീം കളക്ഷൻസ്. അപ്പോൾ ഇന്ന് ഞാൻ ഒട്ടും വിചാരിച്ചതല്ല ഒരു വീഡിയോ ഇടാൻ പറ്റും എന്നുള്ളത്, പക്ഷേ എന്തോ പറ്റി. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്ന് വിചാരിച്ചു കരിമണി മാലയുടെ രണ്ടാം പാർട്ട്. ഇന്നലെ ഞാൻ ഒരു സെക്ഷൻ കാണിച്ചല്ലോ. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു 8 പിടിയുടെ സിംഗിൾ ലെയർ മാത്രം, സിംഗിൾ ലെയറും അത് ഡബിൾ ലെയറും വേണമെങ്കിൽ ആക്കാട്ടോ. അപ്പോൾ അത് കാണിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ ഇങ്ങനെ എടുത്തു വന്നപ്പോഴാണ് 10 പിടിയും 6 പിടിയും ഇനിയും കുറേ ഉണ്ട്. അപ്പോൾ അതെല്ലാം കൂടി ഒന്നിൽ ഇൻക്ലൂഡ് ചെയ്ത് എനിക്ക് വോയിസ് ഓവർ കൊടുക്കാനും നിങ്ങൾക്ക് കാണുമ്പോഴും ആശയക്കുഴപ്പമാവും. അപ്പോൾ ഞാൻ വിചാരിച്ചു 10 പിടിയും 6 പിടിയും നാളത്തെ ഒരു വീഡിയോയിൽ കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇന്നത്തേൽ 8 പിടിയാണ് മെയിനായിട്ട്. പിന്നെ നിങ്ങൾ 8 പിടി എന്ന് പറയുമ്പോൾ ഇത് 8 പിടിയിലും 6 പിടിയിലും 10 പിടിയിലും കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ അതിൻ്റെ ഇപ്പോൾ ഇത് ഇഷ്ടമായത് 6 പിടി മതിയെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി, ഇതിൻ്റെ 6 പിടി മതി എന്ന് പറഞ്ഞാൽ നമുക്കത് ചെയ്യാവുന്നതുള്ളൂ കേട്ടോ. ജസ്റ്റ് ഡിസൈനും കാര്യങ്ങളും കാണിക്കണു, അത്രയും വിചാരിച്ചാൽ മതി. അപ്പോൾ ഇന്ന് കാണിക്കുന്നത് മുഴുവൻ 8 പിടിയുടെ മാലകളാണ്. 8 പിടി എന്ന് പറയുമ്പോൾ 24 ഇഞ്ചാണ് കേട്ടോ. അപ്പോൾ കുറേ പേർക്ക് അതൊരു സംശയമുണ്ട്. അപ്പോൾ 24 ഇഞ്ച് എന്ന് പറയുമ്പോൾ നമ്മൾ കൊളുത്തൂരാണ്ട് കഴുത്തിൽ കൂടെ ഊരിയിടുന്ന വലിപ്പമാണ് 8 പിടി എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ പതിവ് പോലെ ആദ്യം ഫോട്ടോസ് കാണിക്കുന്നു, അത് കഴിഞ്ഞിട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോയുടെ ഓരോ കാര്യങ്ങളും ഞാൻ പറയാം കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഈ കാണിക്കുന്നത് 2 പാറ്റേണാണ്. ഇതിപ്പോൾ ഞാൻ വീഡിയോയിൽ ഞാൻ വിശദമായിട്ട് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിപ്പോൾ ഒരു ലെയറുണ്ട്. ഇത് തന്നെ നമുക്ക് 2 ലെയറിൽ ഉണ്ടാക്കാം. ഇത് തന്നെ 6 പിടി 10 പിടി ഒക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡിസൈനുകൾ മാത്രം നിങ്ങൾ നോക്കി വെച്ചാൽ മതി. ബാക്കിയൊക്കെ ഇതിൻ്റെ ഇന്നത് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളതനുസരിച്ച് ചെയ്തു തരും. എല്ലാ മാലകളും അങ്ങനെ പറ്റില്ല, പക്ഷേ ഒരു ഒട്ടുമിക്ക മാലകളും നമുക്കത് നിങ്ങളുടെ സൈസിനനുസരിച്ച് ചെയ്തു തരാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ മാലകൾ. ഈ ഒരെണ്ണം മറ്റേതിൽ നിന്ന് മാറി വന്നതാണ് ലോക്കറ്റുകൾ. ഇത് ലോക്കറ്റ് സെപ്പറേറ്റ് കൊടുക്കുന്നതാണ്. അല്ലെങ്കിൽ നമുക്ക് മാലയുടെ കൂടെ ഇട്ടിട്ടായാലും നിങ്ങൾക്ക് തരാം. അതിപ്പോൾ 6 പിടി ആയാലും 8 പിടി ആയാലും 10 പിടി ആയാലും ഏതിൻ്റെ കൂടി വേണമെങ്കിൽ നമുക്ക് തരാവുന്നതുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ എൻ്റെ തൊണ്ട ഇപ്പോഴും ക്ലിയർ ആയിട്ടില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ക്ഷമിക്കുക. പിന്നെ ഇത് നമ്മളുടെ പുതിയ കളക്ഷൻ വന്നതാണ്. അപ്പോൾ നമ്മളുടെ മെയിൻ ചാനലിൽ ഞാനിത് പ്ലേറ്റ് ചെയ്ത് കൊണ്ടുവന്ന് അന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളിത് 4 പീസാണ് ആകെ കൊണ്ടുവന്നുള്ളത്. കാരണം കരിമണി ആയതുകൊണ്ട് എങ്ങനെയാണ് ആവുമെന്ന് വിചാരിച്ചിട്ട് 3 പീസും പോയി. ഈ ഒരെണ്ണം ഭയങ്കര ഭംഗിയാട്ടോ അത് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് നിങ്ങൾ വീഡിയോ കാണുമ്പോൾ അത് കറക്റ്റായിട്ട് നിങ്ങൾക്കത് മനസ്സിലാവും. ഇതിപ്പോൾ ഫോട്ടോയിലാവുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവും എന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ഈ 3 മണിയുള്ളത് പെട്ടെന്ന് കാണുമ്പോൾ എല്ലാതും നിങ്ങൾക്ക് ഒരുപോലെ തോന്നും, പക്ഷേ ഓരോന്നിനും ഓരോ വ്യത്യാസങ്ങളുണ്ട്. ചിലത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ 3 ഗോൾഡ് മണിക്ക് ചെത്തുണ്ടാവും, അല്ലെങ്കിൽ കറുത്ത മണിക്ക് ചിലത് മുത്താവും, ചിലത് ക്രിസ്റ്റലാവും, ചിലത് അതുപോലെ മുകളിലും താഴെ കെട്ടുണ്ടാവും, ചിലത് കെട്ടുണ്ടാവില്ല. അങ്ങനെ ഓരോന്നിനും ഇതിപ്പോൾ മുത്താണ് കണ്ടോ. അപ്പോൾ അങ്ങനെ ഓരോന്നിനും ഓരോ വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പറയുമ്പോൾ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്ന രീതിയിൽ വേണം സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക. ഇത് കണ്ടോ, ഇതിൻ്റെ കെട്ട് കണ്ടോ അപ്പുറത്തും. അപ്പോൾ നിങ്ങൾ മനസ്സിലൊന്ന് കണ്ടിട്ട് വേറൊന്ന് പറയരുത്. ഇത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇത് തന്നെയല്ലേന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം നമുക്ക് ഓർഡർ തരാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ പാദസരവും കൂടി ചെയ്യുന്ന ഒരു പാറ്റേണാണ്. പാദസരം, ബ്രേസ്ലെറ്റ്, മാല കണ്ടമാനം കുട്ടികൾ നമ്മളുടെ കയ്യിൽ നിന്ന് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ വട്ടക്കണ്ണിമ ആയതുകൊണ്ട് നിങ്ങൾക്ക് പാദസരം ആക്കിയിട്ട് വെച്ച് കൊളുത്തുണ്ടാക്കി തരാൻ നമുക്ക് പറ്റും കേട്ടോ. എന്നിട്ടാണ് നമ്മൾ പ്ലേറ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെ ആവശ്യമുള്ളവർക്ക് അങ്ങനെയും പറയാം, സെറ്റായിട്ട് യൂസ് ചെയ്യുക. അതുപോലെ കുഞ്ഞേ കുട്ടികൾക്ക് അരഞ്ഞാണം പോലും ഇങ്ങനെ കൊണ്ടുപോകേണ്ടി. ഇത് കുത്തി തറയ്ക്കുന്ന പോലത്തെ അല്ല, ഒഴുക്കൻ മുത്താണ്. അപ്പോൾ അങ്ങനെ ചിലരിങ്ങനെ കരിമണി വിശ്വസിച്ചിടുന്ന ആൾക്കാർ കുറേ പേരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് അങ്ങനെ 1-2 പേര് കൊണ്ടുപോയപ്പോഴാണ് എനിക്കും അങ്ങനെ ഭംഗി ഉണ്ടാവുമെന്ന് തോന്നിയത് കേട്ടോ. ഞാനിതുവരെ അങ്ങനെ ചുവന്ന മുത്ത് കണ്ടിട്ടുണ്ട്, കറുപ്പ് മുത്ത് ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ മനസ്സിൽ ആലോചിച്ചപ്പോൾ നല്ല ഭംഗിയുണ്ടാവും, കറുപ്പ് മുത്ത് ഇങ്ങനെ കിടക്കുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പാറ്റേണുകൾ. അപ്പോൾ ഇത് നോക്കി ഇനി ഇവിടെ ഞങ്ങളുടെ വീഡിയോസാന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ കണ്ടു, ഇതിൽ നടുക്കൊരു മുത്തായിട്ട് ഇത് ഈ 6 പിടി ഉണ്ടായിരുന്നു, 8 പിടി 10 പിടി. ഇത് കണ്ടമാനം പോയിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ. ഇത് കുറച്ചും കൂടി ഇത്തിരി വലുപ്പത്തിലുള്ള മണികളാണ്. ഒറ്റ കരിമണിയും 3 ഗോൾഡിൻ്റെ മണിയും ആയിട്ടുള്ള സംഭവമാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് രണ്ട് ഇഴയിലും ചെയ്യാവുന്ന കാര്യങ്ങളുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങനെ ഒരു പാറ്റേൺ. പിന്നെ അടുത്തത് നോക്കി എങ്ങനെയാണെന്ന് ഒന്നിടവിട്ട് 1+1 എന്ന് പറയും. അതായത് ഒരു ഗോൾഡ് ഒരു കരിമണി അങ്ങനെയാണ് വരിക. അപ്പോൾ ഇതിന് ഓരോന്നിനും എങ്ങനെയാണെന്ന് വെച്ചാൽ ഞങ്ങളുടെ ഭാഷയിൽ 1+1 3+3 അങ്ങനെയൊക്കെ പറയാം കേട്ടോ. ആ ഒരു ഇതിൽ ഞാൻ പറഞ്ഞു എന്നുള്ളൂ. നിങ്ങൾ ഒരു ക്രിസ്റ്റലും ഒരു ബോളും എന്നുള്ളത് പറയുക, അല്ലെങ്കിൽ ഇതുപോലെ ഫോട്ടോ എടുത്ത് അയച്ചു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാവും. ഇതിപ്പോൾ നിങ്ങൾ കണ്ടോ, ഇത് വെറുതെ ഒരു മണിയാണ്.
ഇതിൻ്റെ ചുറ്റും വേറെ ഒന്നുമില്ല, കണ്ണികൾ മാത്രമേ ഉള്ളൂ. പക്ഷേ ഇതിൻ്റെ തന്നെ സെയിം അപ്പുറത്തും ഇപ്പുറത്തും ഇങ്ങനെ പിടുത്തായിട്ടുള്ളതുണ്ട്. അത് കാണാനും കുറേ ഭംഗിയാണ്. പിന്നെ കണ്ട ഇത് വിലയിലും ഭയങ്കര വ്യത്യാസമുണ്ട് കേട്ടോ. പക്ഷേ കാഴ്ചയിൽ പെട്ടെന്ന് കാണുമ്പോൾ ഒന്നാം തോന്നും, പക്ഷേ ഭയങ്കര വ്യത്യാസമാണ്. അതിൻ്റെ ക്യാപ്പ് ഇട്ടിട്ട് അടിമോളും കെട്ടിയിട്ടുള്ളത്, നമ്മൾ പറയില്ലേ കല്ല് കെട്ടിയിട്ടുള്ളതെന്ന്, അങ്ങനെയാണ് കേട്ടോ. ഇത് നേരിയ ഒരു പാറ്റേണാണ്. അപ്പോൾ അതിൽ ഒരു 3 മുത്തും അരഞ്ഞാണോ ആയിട്ടുള്ളതാണ്. ഇത് തന്നെ 2 അഴയുണ്ട്, 6 അഴയുണ്ട്, 3 അഴയുണ്ട്. അത് നിങ്ങൾക്ക് അനുസരിച്ച് വേണമെങ്കിൽ ചെയ്യാം, കാരണം നേരിയതാണിത്. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾക്ക് ഓർഡർ തന്നു കഴിഞ്ഞാൽ അതുപോലെ നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് തരും കേട്ടോ. അപ്പോൾ അതാണ് ഈ സംഭവം. ഇത് 6 പിടിയുണ്ട്, 10 പിടിയുണ്ട്. പിന്നെ ഇത് ഈ പറഞ്ഞ പോലെ നല്ല കട്ടിയുള്ള എന്താ പറയുക, താലിമാലയൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന പോലത്തെ ഒരു മാലയാണ്. ഇത് സിംഗിൾ ലെയറും ഉണ്ട്, ഡബിൾ ലെയറും ഉണ്ട്. ഇത് കുറേ പേര് കൊണ്ടുപോയിട്ടുണ്ട് സിംഗിൾ ലെയറിൽ താലി ഇടാനായിട്ടും കോയിൻ ഇടാനായിട്ട് ലക്ഷ്മിയുടെ ലോക്കറ്റ് ഇടാനായിട്ട് ഒക്കെ കൊണ്ടുപോകുന്ന ഇത്തിരി കനമുള്ളതാണ്. അതായത് നമുക്ക് ഉറപ്പുള്ളത് എന്ന് പറയില്ലേ, ചിലതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ വെയിറ്റ് ഇടുമ്പോൾ ഒന്ന് വീണ് പോവും. ഇത് നല്ല കനമുള്ള പാറ്റേണാണ് കേട്ടോ. ഇത് ഞാൻ ലോക്കറ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ ക്ലോസും കാര്യങ്ങളും എടുത്തതാണ്. ഏത് മാലയുടെ കൂടി ഇടാം, അതായത് 2 കൊളുത്തായിട്ടുള്ള മാലയുടെ കൂടെ. ഞാൻ ഇന്നലെ നിങ്ങൾക്ക് കാണിച്ചു തന്നില്ലേ 2 കൊളുത്തായിട്ടുള്ള മാല ബാക്കിൽ വട്ടക്കണ്ണി വെച്ചിട്ട്, അങ്ങനെ 6 പിടിയുടെ വേണമെങ്കിൽ ഇടാം. അല്ലെങ്കിൽ ഇത് കണ്ടോ, ഈ മുത്തിൻ്റെ അപ്പുറം ഒരു ചെറിയ കെട്ടുണ്ട്. അപ്പോൾ അതാണ് ദൂരെ നിന്ന് കാണുമ്പോൾ നിറച്ച് ഗോൾഡായിട്ട് ഫീൽ ചെയ്യണത് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ കണ്ടതിൻ്റെ തന്നെ അരഞ്ഞാണത്തിലൊരു ചെറിയ വ്യത്യാസമുണ്ട്. നേരത്തെ ക്രിസ്റ്റലാണ് കണ്ടതെന്ന് വെച്ചാൽ ഇത് മുത്താണ്. അങ്ങനെ കുട്ടി വ്യത്യാസങ്ങളാണ് ഉള്ളത്. പക്ഷേ പെട്ടെന്ന് കാണുമ്പോൾ ഇതല്ലാതെ ഒരുപോലെയാണെന്ന് തോന്നും, പക്ഷേ അല്ല കേട്ടോ. അങ്ങനെ അതിൻ്റെ തന്നെ ഒരേ സിംഗിൾ ലെയറാണിത്. അപ്പോൾ ഇതും ഈ പറഞ്ഞ പോലെ 6 പിടിയും 10 പിടിയും ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ഓർഡർ ചെയ്യാം. ഇതാണ് ഞാൻ പറഞ്ഞില്ലേ 3 ലെയറിൻ്റെ മറ്റേ മാല പറഞ്ഞില്ലേ, ഇത് ബാക്കിൽ ചെയിൻ ഇട്ടിട്ട് കുറച്ചും കൂടി ഇറക്കിയിടാം. അതായത് ഈ 2 പടി ശരിക്കും നമ്മളുടെ കഴുത്തിൻ്റെ അവിടേക്ക് ഇറങ്ങി നിൽക്കുന്ന പോലെ ഇടാം. അതാണ് ഭംഗി, ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ടാ. 3 ലെയർ നല്ല കട്ടിയിൽ നേരിയ മാലയല്ല, അത് അത്യാവശ്യം കനമുള്ള മാലയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കല്യാണങ്ങൾക്ക് ഇടാനോ, ഞാൻ ഇന്നാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് കൊണ്ടുവന്നപ്പോൾ, ഈ ഗോൾഡ് നിറച്ചിടുന്നതിൻ്റെ കൂട്ടത്തിൽ കൂടെ ചിലർ കരിമണി ഉപയോഗിക്കും. അതിനാണ് ഇത് മെയിനായിട്ട് ഇപ്പോൾ കൊണ്ടുപോകുന്നത്. പിന്നെ സെറ്റ് മുണ്ടുകൾക്ക് നല്ല ഭംഗിയാണ്, പട്ടുസാരികൾക്കായാലും ഭംഗിയാണ്. കറുപ്പ് അങ്ങനെ അധികം ഈ ഒരു പാറ്റേണിൽ കണ്ടിട്ടുണ്ടാവില്ല നിങ്ങൾ. അപ്പോൾ ഇത് ഇപ്പോൾ പുതിയതിറങ്ങിയ പാറ്റേണാണ് അത് കേട്ടോ. ഇത് സാധാരണ നമ്മൾ കാണുന്ന പോലെ തന്നെ 2 ലെയർ, ഇതിൻ്റെ തന്നെ സിംഗിൾ ലെയറും ഉണ്ട്. അപ്പോൾ ഇതൊക്കെ 8 പിടിയുടെ മാലകളാണ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത്രയും ആയപ്പോൾ തന്നെ നിങ്ങൾക്കും കണ്ട് ബോറടിച്ചു തുടങ്ങിയിട്ടുണ്ടാവും, എനിക്കും കിതച്ചു തുടങ്ങി. കാരണം ഞാൻ ഒറ്റ സ്ട്രെസ്സിലല്ലേ ഇത് പറയണത്. നേരത്തെ എങ്ങനെയാ വെച്ചാൽ ഓരോന്ന് നോക്കി കണ്ടപ്പോൾ പഠിച്ചിരുന്നത്, അതാണ് എനിക്ക് എളുപ്പം. പക്ഷേ ചില സാഹചര്യത്തിൽ നമ്മൾ പെട്ടെന്ന് എടുക്കേണ്ട ഒരു അവസരം വരും. ഇന്ന് അതുപോലത്തെ ഒരു ദിവസമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ നാളെ നമുക്ക് 10 പിടിയും 6 പിടിയായിട്ട് വരാം കേട്ടോ. അതുവരെ എല്ലാവർക്കും ബൈ.